നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലോ ബന്ധുക്കൾക്കിടയിലോ ഒക്കെ ഒരാൾ മരണപ്പെട്ടാൽ ആ വേർപാടിന്റെ ദുഃഖത്തിനിടയിലും പലരെയും അലട്ടുന്ന വലിയൊരു പേടിയാണ് പരേതൻ എടുത്ത ലോണുകൾ ഇനി ആര് തിരിച്ചടക്കേണ്ടി വരും. ബാങ്കുകാർ വീട്ടിൽ വന്ന് വിഷയമാവുമോ? ജാമ്യം നിന്നവരുടെ അവസ്ഥ ഇനി എന്താവും? ഇനി മക്കളുടെ ശമ്പളത്തിൽ നിന്ന് ബാങ്ക് ആ പണം എടുക്കുമോ? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ സാധാരണക്കാരായ നമുക്ക് ചുറ്റും ഇങ്ങനെയുണ്ട്. എന്നാൽ പേടിക്കേണ്ട, ഇതിനെല്ലാം കൃത്യമായൊരു നിയമമുണ്ട്. ഒരു സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലളിതമായി ഈ വീഡിയോയിൽ പറയാം. ആദ്യത്തെ കാര്യം, ലോൺ എടുത്തയാൾ മരിച്ചാൽ മക്കളോ ഭാര്യയോ ആ കടം വീട്ടാൻ ബാധ്യസ്ഥരാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. നിയമപരമായി പറഞ്ഞാൽ ലോൺ എടുത്ത ആളിന്റെ പേരിൽ സ്വന്തമായി എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് അയാളുടെ പേരിൽ വീടോ സ്ഥലമോ ബാങ്ക് ബാലൻസോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാത്രമേ ബാങ്കിന് പണം ഈടാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മക്കളുടെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നോ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നോ ഈ പണം പിടിച്ചെടുക്കാൻ ബാങ്കിന് യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് പരേതന്റെ പേരിൽ സ്വത്തുക്കളൊന്നുമില്ലെങ്കിൽ വീട്ടുകാർ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ജാമ്യം നിന്നവരാണ്. ലോൺ എടുത്ത ആൾ മരിച്ചാൽ ജാമ്യക്കാരന്റെ ഉത്തരവാദിത്വം തീരുമോ? ഇല്ല, അതവിടെ തുടങ്ങുകയാണ്. അതാണ് സത്യം. ലോൺ എടുത്ത ആൾക്ക് എത്രത്തോളം ബാധ്യതയുണ്ടോ അത് തീർക്കാൻ ജാമ്യക്കാരനും ബാധ്യസ്ഥനാണ്. ഇനി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ബാങ്കിന് വേണമെങ്കിൽ മരിച്ചയാളുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ജാമ്യക്കാരനോട് നേരിട്ട് പണം ചോദിക്കാൻ കഴിയും. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. എന്നാൽ ജാമ്യക്കാരൻ ആ തുക അടച്ചു തീർത്താൽ ആ തുക പരേതന്റെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാൻ ജാമ്യക്കാരന് പൂർണ്ണമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യക്കാരൻ പൂർണ്ണമായി പെട്ടു എന്ന് നമ്മൾ കരുതേണ്ടതൊന്നുമില്ല. ലോൺ എടുത്ത ആൾ മരണപ്പെട്ടാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോൺ പേപ്പർ പരിശോധിക്കുക എന്നതാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ലോണുകൾക്കും ലോൺ ഇൻഷുറൻസ് ഉണ്ടാകാറുണ്ട്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ബാക്കി തുക കമ്പനി ബാങ്കിന് നൽകും. വീട്ടുകാർക്കോ ജാമ്യക്കാരനോ 1 രൂപ പോലും അടയ്ക്കേണ്ടി വരില്ല. മരണം നടന്ന വിവരം ഉടൻ തന്നെ ബാങ്കിൽ അറിയിച്ച് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ വരുന്ന മറ്റൊരു ചോദ്യം, ആകെയുള്ള വീട് ബാങ്ക് കണ്ടുകെട്ടിക്കൊണ്ട് പോകുമോ? ഭവന വായ്പ പോലുള്ള സെക്യൂർഡ് ലോണുകളിൽ ബാങ്ക് സ്ഥലം ലേലം ചെയ്യാൻ ശ്രമിച്ചേക്കാം. എന്നാൽ ലോൺ എടുത്ത ആൾ മരിച്ചാൽ ബാങ്കിന് പഴയ നോട്ടീസ് വെച്ചൊന്നും ലേലം നടത്താൻ പറ്റില്ല. മരിച്ച ആളുടെ നിയമപരമായ അനന്തരാവകാശികൾക്ക്, അതായത് ഭാര്യയ്ക്കോ മക്കൾക്കോ, ബാങ്ക് പുതിയ ഒരു നോട്ടീസ് നൽകണം. കൂടാതെ ആ കടം വീട്ടാൻ മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് 60 ദിവസത്തെ സമയം നിയമപരമായി നൽകേണ്ടതുമുണ്ട്. അതിനുശേഷം മാത്രമേ ബാങ്കിന് ലേല നടപടികളിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോൺ എടുത്ത ഒരാൾ മരണപ്പെട്ടാൽ വീട്ടുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഉടൻ തന്നെ ബാങ്കിൽ മരണവിവരം അറിയിക്കുക. അക്ഷയ കേന്ദ്രം വഴി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അഥവാ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുക. ലോണിന് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ബാങ്കിൽ ചോദിക്കുക. കടം വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ ബാങ്ക് അധികൃതരുമായി സംസാരിച്ച് തിരിച്ചടവിന് സമയം ചോദിക്കുകയോ പലിശ ഇളവിനായി അപേക്ഷിക്കുകയോ ചെയ്യുക. ലോൺ എടുത്ത ആൾ മരിച്ചാൽ അത് ലോകാവസാനം ഒന്നുമല്ല. നിയമം നിങ്ങളെ സംരക്ഷിക്കും. അനാവശ്യമായ പേടി ഒഴിവാക്കി കൃത്യമായ രേഖകളുമായി ബാങ്കിനെ സമീപിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവയ്ക്കാൻ മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.